ശിവഭദ്രൻ ഭാഗം 3. രചന അവതരണം നിള കാർത്തിക. ശിവഭദ്രൻ്റെ പേര് കേട്ടതും അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. കണ്ണുകൾ ചുവന്നു. അയാൾ പറഞ്ഞു വിട്ടതാകും അല്ലേ? അയാളോട് പറഞ്ഞേക്ക്. ഈ ഹൃദയയുടെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പേ എൻ്റെ അഭിയായി വരുത്തിയിൽ അയാളുടെ ആ കടം വീട്ടിരിക്കും. തെണ്ടിയിട്ടാണെങ്കിലും അത് പറഞ്ഞു നടന്നവൾ. മോളെ ഒന്ന് നിന്നേ. അവൻ ചെയ്തത് മഹാപാതകമാണ്. അറിയാമെനിക്ക്. ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. മോള് ക്ഷമിക്കണം. എന്നിട്ടിത് വാങ്ങണം. അവൾ തിരിഞ്ഞു നിന്നതും അപ്പോഴേക്കും അവർ അടുത്തേക്ക് വന്നത്. അവളുടെ കൈയിൽ പിടിച്ച് വാത്സല്യത്തോടെ തലോടി. പിന്നെ ഉള്ളം കൈ തണുപ്പ് അനുഭവപ്പെട്ടതും കൈ പിൻവലിക്കുമ്പോൾ കണ്ടു തൻ്റെ താലിമാല. കണ്ണു നിറഞ്ഞൊരു ചിരി വരുത്തിയവൾ. പിന്നെ അവളുടെ കൈ പിടിച്ച് തിരിച്ചു കൊടുത്തു. അത് ഇനി എനിക്കും ഇത് വേണ്ട മാഡം. ഇത് വെറും ഒരു പൊന്നായിരുന്നില്ല എനിക്ക്. എൻ്റെ പ്രാണനായിരുന്നു, എൻ്റെ പ്രാണവായു. അത് ആ ചെകുത്താൻ പൊട്ടിച്ചെറിഞ്ഞു. പൊട്ടിച്ച ആളുടെ കൈ നിന്ന് തന്നെ ഞാൻ മേടിച്ചോളാം ഇത്. എന്ന് ഞാൻ കടം വെട്ടുന്നോ അന്ന് മതി എനിക്ക്. ഞാൻ പോട്ടെ മാഡം, ബസ് പോകും. അത് പറഞ്ഞ് വേഗതയിൽ നടന്നു അവൾ ബസ്സിൽ കയറി. കണ്ണിൽ നിന്ന് അകലുന്നത് വരെ നോക്കി നിന്നു പത്മാവതി അമ്മ. എൽദോ, നിനക്ക് ഈ കൊച്ചിനെ അറിയാമോ? കാറിലേക്ക് കയറിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതിനോട് ചോദിച്ചു. കണ്ടിട്ടുണ്ട്, ഒരു അനാഥ കൊച്ച മുത്തശ്ശി. അഭിക്ക് സഹതാപം കാരണം കെട്ടിയത് ആണെന്ന് നാട്ടുകാർ പറയുന്നു. കെട്ടിയതിൻ്റെ പിറ്റേ മാസം മരിച്ചു. ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. 1 വർഷമാകാറെ. ഒരു പാവം കൊച്ച. എന്നിട്ടാണോടാ അവൻ അതിൻ്റെ താലി പറിച്ചപ്പോൾ നോക്കി നിന്നത് നീ? ഞാൻ എന്നാ ചെയ്യാനാ അമ്മച്ചി? അറിയാലോ ഭദ്രേട്ടനെ. എന്നെക്കൂടി ചവിട്ടിക്കൂട്ടും അങ്ങേര്. അവൻ അതിൻ്റെ കഴുത്ത് പറിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാം. എന്താ അമ്മച്ചി ഒരു കുനിട്ട് പോലെ? അണ്ണനെ തളയ്ക്കാനാണോ? അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു. ആണെങ്കിൽ നിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ കൂടെ നിൽക്കുമോ നീ? ഇനിയും തളച്ചില്ല എങ്കിൽ ശരിയാകില്ലടാ. എനിക്ക് ഈ മോളെ ഇഷ്ടമായി. ഉറപ്പായിട്ടും. അമ്മച്ചി നല്ല പെൺകൊച്ച. എന്നാൽ നീ വണ്ടി വിട് ഈ കൊച്ചിൻ്റെ വീട്ടിലേക്ക്, പുഞ്ചിരിയോടെ പറഞ്ഞു അവർ. അവൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാണെന്ന് കരുതരുത്. എനിക്ക് ആ മോളെ ഇഷ്ടമായി. മാല തിരികെ കൊടുക്കാൻ വന്നതാണ് ഞാൻ. പക്ഷെ മോളെ കണ്ടപ്പോൾ എൻ്റെ ഭദ്രന് ചേരുന്ന കുട്ടിയാണെന്ന് തോന്നി. അതാ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല. ആ ഉറപ്പ് ഞാൻ തരാം. പിന്നെ ഇവന് എന്തെങ്കിലും ജോലിയും തരപ്പെടുത്താം ഞാൻ. തൂണും ചാരി നിൽക്കുന്ന സുധിയെ നോക്കി പറഞ്ഞു അവർ. അവൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. എങ്കിലും ഹൃദയം നഷ്ടപ്പെടുമല്ലോ എന്ന നിരാശയും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. പത്മാവതി അമ്മയുടെ വാക്കുകൾ കേട്ടതും ശിവരാമൻ അവരെ നോക്കി. പത്മാവതി അമ്മയ്ക്കൊന്നും തോന്നരുത്. എനിക്ക് സമ്മതമല്ല. നിങ്ങൾക്ക് കാശുണ്ടാവാം, പക്ഷേ അവനെപ്പോലൊരു തെമ്മാടിക്ക് എൻ്റെ മോളെ കൊടുക്കില്ല ഞാൻ. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും, അയാൾ തീർത്തു പറഞ്ഞു. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത്? ഇത്രയും നല്ലൊരു ആലോചന വേറെ കിട്ടുമോ അവൾക്ക്? അതും 2ാം കെട്ടല്ലേ അവൾ. ഭദ്രന് എന്താ കുഴപ്പമുള്ളത്? അയാൾ ദേഷ്യത്തോടെ ഭാര്യയെ ഒന്ന് നോക്കി. അത് കണ്ടതും മുഖം താഴ്ത്തിയവർ. അവൻ ചെയ്തത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അവനത്ര ദുഷ്ടനൊന്നും അല്ല. എൻ്റെ കുട്ടി പാവമാണ്. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നതാണ്. അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ. പിന്നെ കുറച്ച് മുൻഷുണ്ടി. മോളോട് ചോദിച്ച അഭിപ്രായം പറഞ്ഞാൽ മതി. ഈ രൂപ കൈ വെച്ചോളൂ, കടങ്ങൾ വീട്ടാം. ഞാൻ തന്നതാണെന്ന് അറിയണ്ട അവൻ. അതും പറഞ്ഞ് 500ൻ്റെ 10 കെട്ട് അരപ്ലേസിൽ വെച്ച് എഴുന്നേറ്റു. ഈ പൈസ കൂടി കൊണ്ടുപോയിക്കോളൂ. മോൾ ഈ ബന്ധത്തിൽ സമ്മതിക്കില്ല. ഞാനും. ശിവരാമൻ പറഞ്ഞു. പത്മാവതിമ്മ പൊക്കോ, ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചാളാം. അതും പറഞ്ഞ് സിന്ധു ആ പൈസ എടുത്ത് 2 കൈയാളും കൂട്ടിപ്പിടിച്ചു. അവർ കാറിൽ കയറിപ്പോയതും ദേഷ്യത്തോടെ എഴുന്നേറ്റു ശിവരാമൻ. നിന്നോടാരാ പറഞ്ഞത് ആ പൈസ മേടിക്കാൻ? ആ ചെകുത്താന് കൊടുക്കില്ല ഞാൻ എൻ്റെ കുട്ടിയെ. ഓ, എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചിരുന്നു മരുമകളെ. മഹാലക്ഷ്മിയെ കയറി വന്നിരിക്കുന്നത്. ഇതുപോലൊരു ബന്ധം വേറെ കിട്ടുമോ? അവളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ എങ്ങോട്ട് ഇറങ്ങും? ആ കടം എങ്ങനെ വീട്ടുമെന്നാണ്? ഒന്നോർത്തോ. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുമോ നിങ്ങൾ? എനിക്ക് വയ്യ അതിനെ ചുമക്കാൻ. പിന്നെ ഇവനെ അറിയാമല്ലോ, ഈ ചീത്തപ്പേരും കൂടിയേ ബാക്കിയുള്ളൂ. സുധിയെ അർത്ഥം വെച്ച് നോക്കി. അത്രയും പറഞ്ഞവർ അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ കസേരയിലേക്ക് കണ്ണ് അടച്ച് ചാഞ്ഞു അയാൾ. ശ്രീശൈലം വീട്. സന്ധ്യാവിളക്ക് വെച്ച് തിരിഞ്ഞപ്പോൾ ആണ് ഗേറ്റ് തുറന്ന് പെൺകുട്ടി വരുന്ന രമ കണ്ടത്. ആരാ അത്? പത്മാവതി അമ്മ ഒന്ന് വിളിക്കുമോ? ആരാ രമേ?
അതും ചോദിച്ച് പത്മാവതി അമ്മ അങ്ങോട്ടേക്ക് വന്നതും മുമ്പ് നിൽക്കുന്ന ഹൃദയെ കണ്ട് അവളുടെ മിഴികൾ തിളങ്ങി. ആ മോളോ? കയറി വാ. ഇല്ല, ഇരിക്കുന്നില്ല, തിരക്കുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം, ഇത് തരാൻ വന്നതാണ് പറഞ്ഞതും ബാഗിൽ നിന്നൊരു കവർ എടുത്ത് അവർക്ക് നേരെ നീട്ടി. അവർ സംശയത്തോടെ അവളെ നോക്കി. ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണ പെൺകുട്ടിയാണ്. എനിക്ക് അത്ര വിലയൊന്നുമില്ല. വില കൊടുത്ത് വാങ്ങാൻ ഞാൻ ചന്തയിൽ വെച്ച വസ്തുവുമല്ല. എൻ്റെ അഭിയേട്ടൻ എടുത്ത പൈസ ഞാൻ തിരിച്ചു അടയ്ക്കും. അതിൻ്റെ പേരിൽ എന്നെ വിലക്കെടുക്കുവാൻ അയാൾ പറഞ്ഞു വിട്ടതാവും നിങ്ങളെ, അല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ കൊച്ചുമോൻ്റെ നെറുകേടിന് ഒക്കെ കൂടെ പിടിക്കാൻ? നിങ്ങൾ വീട്ടിൽ കൊടുത്ത കാശ് മുഴുവൻ ഉണ്ട്, എണ്ണി നോക്കാം. എനിക്ക് അയാളെപ്പോലൊരു തെമ്മാടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എൻ്റെ താലി പറിച്ചവനാണ് അയാളുടെ താലിക്ക് ഞാൻ കഴുത്ത് കുനിക്കില്ല. അതും പറഞ്ഞ് ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുന്ന രമയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ആ പൈസ അവൾ. മോളെ, മുത്തശ്ശിക്ക് മോളെ ഇഷ്ടമായത് കൊണ്ടാണ്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു കൂടെ? എൻ്റെ കണ്ണൻ്റെ ഭാര്യയായി ഞാൻ ആലോചിച്ചത് അതുകൊണ്ടാണ്. അയാളെപ്പോലൊരു തെമ്മാടിയുടെ ഭാര്യയാകാൻ മാത്രം തന്നിട്ടില്ല ഹൃദയ. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വിവാഹം നടക്കില്ല. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞതും ഗേറ്റ് കടന്നൊരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് ചെറുപ്പക്കാരനായ ഒരാൾ ഇറങ്ങി നടന്നു പോകുന്നവളെ ഒന്ന് നോക്കി. പിന്നെ വരാന്തയിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ടു ഭദ്രൻ ഗേറ്റ് കടന്നു പോകുന്നവളെ. ഇവളെന്തിനാ ഇവിടെ വന്നത്? കാശ് തന്നോ? അമ്മയോട് ചോദിക്കുന്നീ. ആ പെണ്ണ് അമ്മയോട് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ദേ, ഈ കാശും തന്നു. അഹങ്കാരി, പ്രായം പോലും നോക്കാതെയാണ് അമ്മയോട്. രമ, നീ മിണ്ടാതിരിക്കെ. അങ്ങനെയൊന്നും ഉണ്ടായില്ല ഭദ്ര, ഒരു തെറ്റിദ്ധാരണ, അത്രയേ ഉള്ളൂ. എന്താണ് ഇവിടെ ഉണ്ടായത്? ആ പെണ്ണ് എന്തിനാ ഇവിടെ വന്നേ? ഒരു അലർജിയായിരുന്നു. ഭദ്രൻ മുറ്റത്ത് നിന്നിരുന്ന എൽദോയെ കടുപ്പിച്ച് നോക്കി ചോദിച്ചു അവൻ. രാവിലെ മുതൽ നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു അവൻ. മുത്തശ്ശിയോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ കെട്ടാൻ മുട്ടി നിൽക്കുവാണെന്ന്? അതും ആ പെണ്ണിന് ലക്ഷങ്ങൾ നിമിഷ നേരം കൊണ്ട് വേണ്ട എന്ന് വയ്ക്കാൻ അവൾക്ക് എന്ത് മഹിമയാണുള്ളത്? അവൻ അവരുടെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ മോൻ്റെ തലയിൽ ഒരു പെണ്ണിൻ്റെ ശാപം വീഴരുത്, അത്രയേ ഉള്ളൂ മുത്തശ്ശിക്ക്. പിന്നെ ആ കുട്ടിയെ എനിക്കിഷ്ടമായി. അതാ ഞാൻ അതിഷ്ടമായില്ല. ആ കുട്ടി ഇവിടെ വന്ന് അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ ഭദ്ര. അത് പറയുമ്പോഴും ആ കണ്ണുകൾ ഈറനായി തുളുമ്പിയിരുന്നു. അത് ഭദ്രന് നോവായി. അവരെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ബുള്ളറ്റിൽ കയറി അവർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. ഏട്ടാ, ഞാനും വരാം, മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഉണ്ണി. വേണ്ട, നീ മുത്തശ്ശിയെ കൂട്ടി അകത്തു പോ, ഇതിന് ഭദ്രൻ മതി. പറഞ്ഞതും പാഞ്ഞിരുന്നു ആ ബുള്ളറ്റ്. ഇരുട്ടി വരുന്നു. സാരി ഒതുക്കി പെട്ടെന്ന് നടന്നു ഹൃദയ. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത്. കാര്യങ്ങൾ കേട്ടതും ദേഷ്യവും സ്വയം പുച്ഛവും തോന്നി. കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും തരം താഴുമെന്ന് അറിഞ്ഞില്ല. തിരിച്ച് കാശ് ഏൽപ്പിക്കണമെന്ന് തോന്നി. അതാണ് സമയം പോലും നോക്കാതെ പോകുന്നത്. ടാറിട്ട റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറി. ഈ റബ്ബർ തോട്ടം കഴിഞ്ഞാൽ വീടെത്താം. ഇരുചക്രങ്ങൾക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. വീടുകൾ കുറവായതുകൊണ്ട് വെട്ടവും കുറവാണ്. ഇരുവശവും കല്ലുകെട്ടാണ്. ചെറിയ ഭയം തോന്നി. പെട്ടെന്ന് നടന്ന് ബുള്ളറ്റിൻ്റെ ഒച്ച കേട്ടു. നെഞ്ചെടുപ്പ് കൂടുന്ന അറിഞ്ഞു ഹൃദയ. നോക്കാതെ തന്നെ അതാരാകാമെന്ന് ഊഹിച്ചു അവൾ. അതവളെ പേടിപ്പെടുത്തി. മുൻപോട്ട് വേഗം നടന്നതും വേരിൽ തട്ടി നിലത്തേക്ക് വീണിരുന്നു. അവൾക്ക് പുറകിലായി ആ വണ്ടി നിർത്തി ഇരുന്നു ഭദ്രൻ. നിലത്ത് വീണ ഭാഗ്യമെടുത്ത് ചാടി എഴുന്നേറ്റതും ബുള്ളറ്റ് മതിലിനോട് ചേർത്ത് ചായച്ചു വെച്ച് ചാടി ഇറങ്ങി. ആ ചെറുവട്ടത്തിൽ അവനെ കണ്ടതും നെഞ്ചിൽ കൂടെ മിന്നൽപ്പിണറുകൾ പാഞ്ഞു. മുൻപോട്ട് നടക്കാൻ തുടങ്ങിയതും അവളെ മതിലിനോട് ചേർത്ത് നിർത്തി രണ്ട് കൈയാൽ ലോക്ക് ചെയ്തു ഭദ്രൻ. എങ്ങോട്ടായി പായുന്നേ? നീ എന്താ എൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞത്? ആ കണ്ണുകൾ നിറഞ്ഞു. നീ കാരണം. അത് സഹിക്കില്ലേ ഭദ്രൻ? അവൻ്റെ ഓരോ വാക്കിലൂടെയും അവനിലെ ശ്വാസനിശ്വാസങ്ങളുടെ മുഖത്തേക്ക് തട്ടിത്തെറിച്ചു. അവൻ്റെ സാമീപ്യം പേടിപ്പെടുത്തി. എങ്കിലും ധൈര്യം സംഭരിച്ചു നിന്ന് ഹൃദയ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പേടിപ്പെടുത്തുന്ന രീതി ചുവന്നിരുന്നു മിഴികൾ. നെറ്റിയിലും കഴുത്തിടുക്കിലും വിയർപ്പ് തുള്ളിയ സ്ഥാനം പിടിച്ചു അവളുടെ. എങ്കിലും അവൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി പറഞ്ഞു അവൾ. തനിക്ക് വില പറഞ്ഞ് മേടിക്കാനുള്ള വസ്തുവല്ലേ ഹൃദയ. തന്നെപ്പോലൊരു ഗുണ്ടയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് താൻ കരുതിയോ? എൻ്റെ ഗതികേടിന് വില പറയാൻ നോക്കി നിങ്ങൾ. അപ്പോൾ മനഃപൂർവ്വമായിരുന്നു. നിങ്ങൾ എൻ്റെ താലി അല്ലേ? നീശനാണ് നിങ്ങൾ, ചെകുത്താൻ. പറഞ്ഞതും വിതുമ്പിപ്പോയിരുന്നു അവൾ. അവിടെ ഓരോ വാക്കുകൾ അവൻ്റെ മുഖത്തെ പേശികളെ വലിഞ്ഞു മുറുക്കി. കണ്ണുകൾ ക്രോധത്താൽ ചുവന്നു. കുറച്ച് സമയം മുമ്പ് വരെ ഞാൻ അറിയാത്ത കാര്യമായിരുന്നത്. എന്നാൽ നീ കേട്ടോ,
ഇന്നേ വരെ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ ഭദ്രൻ? ആശിച്ചത് നേടിയെടുക്കാത്ത ശീലവുമില്ല. എൻ്റെ മുത്തശ്ശൻ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഭദ്രൻ്റെയും കൂടി വാശിയാണ് നിന്നെ എൻ്റേതാക്കുക എന്നത്. അതിന് 25 ലക്ഷം പുല്ലാണ് ശിവയ്ക്ക്. നിനക്ക് ഞാൻ ഇട്ട വിലയാണത്. അതും പറഞ്ഞ് അവൻ നേരെ നിന്നതും കൈ ഉയർത്തി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു അവൾ. അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റി. അവൾക്ക് നേരെ അടിക്കാനായി കൈ ഉയർത്തിയെങ്കിൽ പല്ലി റുമ്മിക്കൊണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു കൈ താത്തി ഭദ്രൻ. തിരിച്ചു തരാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ തല്ലില്ല, പകരം തലോടും ഈ ഭദ്രൻ. ഇന്നേക്ക് 3-ാം പൊക്കം ഭദ്രൻ്റെ താലി വീണിരിക്കുന്നതിൻ്റെ കഴുത്തിൽ ഒരുങ്ങിയിരുന്നു. അതും പറഞ്ഞ് ബുള്ളറ്റ് കയറി പോയിരുന്നു. ആ ചുവന്ന വട്ടം മായുന്നത് വരെ അങ്ങ് നിന്നു അവൾ, മരവിച്ച പോലെ നിസ്സഹായയായി. ആ ഇരുട്ടിൽ നിന്ന് ഇനിയുള്ള ദിവസങ്ങൾ ഇരുട്ടാണോ അതോ വെളിച്ചമാണോ തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്നറിയാതെ. തുടരും. എല്ലാവരും കഥ കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.